ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം എല്ലാവർക്കും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ സാഡ് ന്യൂസ് അല്ല, നമുക്ക് ഹാപ്പി ന്യൂസ് ആണ്. അപ്പം എന്താ ചിന്നത് പറയേ. അമ്മ ഗേൾസ് കേട്ടല്ലോ, ഇന്ന് അവളുടെ അമ്മായി കുട്ടിയിട്ടെന്ന്. അവൻ്റെ ഏട്ടൻ്റെ ഭാര്യ പ്രസവിച്ചിട്ടുണ്ട്, പെൺകുട്ടിയാണ്. അപ്പം നമ്മൾ കുട്ടീനെ കാണാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വ്ളോഗ് ചെയ്താലും കുഴപ്പമില്ല, എന്ത് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ രാജേട്ടന് ഒരു വ്ളോഗിലും വരില്ല. പിന്നെ ചിരിക്കാനൊക്കെ ഒരുപാട് കഷ്ടമുണ്ട് രാജേട്ടന്. ചിരിപ്പിക്കാനും നമുക്ക് ഒരുപാട് കഷ്ടമുണ്ട്. രാജേട്ടന് തോന്നിയാൽ നല്ല ചിരിയായിരിക്കും, അല്ലെങ്കിൽ ചിരി ഉണ്ടാവില്ല. പിന്നെ നമ്മൾ വ്ളോഗ് ചെയ്യുകയാണെങ്കിൽ രാജേട്ടൻ മൈൻഡ് ചെയ്യില്ല. രാജേട്ടൻ്റെ സൈഡിലേക്ക് വീഡിയോ തിരിച്ചപ്പോൾ രാജേട്ടൻ നമ്മൾ നോക്കുന്നത് വിട്ടിട്ട് വേറെ എന്തെങ്കിലും ശ്രദ്ധിക്കും. ഇന്നലെ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഞാനും രാജേട്ടനും കൂടി പോയപ്പോൾ പിന്നെ ആവില്ല. അപ്പോൾ കുട്ടികൾ ഇവിടെ തനിച്ചാവും എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വന്നു. രാത്രി 12:50 പ്രസവിച്ചു. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികൾ ഉച്ചയ്ക്ക് ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ഉച്ചയ്ക്ക് വരുമല്ലേ. അപ്പോൾ പിന്നെ അവരും കൂട്ടിയിട്ട് ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പോൾ പോവുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് കാണാം. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് വിട്ടു. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് പച്ചപ്പായിട്ടുള്ള പ്ലേസ്. മഴ വന്നിട്ടില്ലെങ്കിലും നമ്മളെ കൊടക് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലേസാണ്. പിന്നെ രാജേട്ടൻ്റെ അടുത്ത് രാജേട്ടൻ്റെ പുറത്തൊക്കെ തൂങ്ങിക്കൊണ്ട് തന്നെ അത്. പിന്നെ എവിടെ പോകുമ്പോഴോ അവൾ അങ്ങനെ തന്നെയാണ്. ചിമ്പൂട്ടൻ എൻ്റെ കൂടിയും ഒട്ടിപ്പോകുന്നുണ്ടാവും. ഗൈസ്, അപ്പോൾ ഇത് നമ്മൾ പോകുന്ന വഴിക്കുള്ള സീനാണ്. അത് നമ്മൾ മറ്റേ സിദ്ധാപുരത്തിൽ നിന്ന് മടിക്കേരിയിലേക്ക് പോകുന്നുള്ള സീനാണ്. മഴക്കാലത്തിൽ മഴ തുടങ്ങി പിന്നെ അവിടെ ഇങ്ങനെ വെള്ളച്ചാട്ടം ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് അങ്ങനെ പോയി. പിന്നെ എന്തായാലും നമ്മൾ ആ പോകുന്ന വഴിക്ക് പൊതുവേ നമ്മുടെ കൊടക് കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി പോയി. അവിടെ നിന്ന് ചിമ്പു ഒരു കുരുത്തക്കടക്ക് ഒപ്പിച്ചതുകൊണ്ട് രാജേട്ടൻ്റെ നല്ല കിട്ടി, അടിയൊക്കെ കിട്ടിയിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി. അവിടെ പോകുമ്പോൾ മാമനിത് അനാഥപ്രേതത്തിനെ പോലെ അപ്പോൾ അവിടെ വിസിറ്റേഴ്സ് അലൗഡ് അല്ലാത്തതുകൊണ്ട് മാമ വന്നിട്ട് ഇങ്ങനെ പുറത്തിരിക്കുകയായിരുന്നു പാവം. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ പോയി ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്തിട്ടിരുന്നു. 4 മണിക്ക് അലൗഡ് ഉള്ളൂ എന്ന് പറഞ്ഞു, പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വന്നു. ഇതാണ് നമ്മുടെ സുന്ദരി വാവ, ഇതെൻ്റെ ഏടത്തിയമ്മയും പിന്നെ അമ്മയും. അപ്പോൾ ഇതാണ് നമ്മുടെ സുന്ദരി വാവ റാണിമോള്. അപ്പോൾ ഇവളെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ മോളെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് തരണേ. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു, അമ്മേൻ്റെ അടുത്തും ഏടത്തിയമ്മേൻ്റെ അടുത്തും. പിന്നെ വേറൊരു ചേച്ചിൻ്റെ അവരോടും കൂടി സംസാരിച്ചുകൊണ്ട് അങ്ങനെയായിരുന്നു. കുഞ്ഞുവാവനൊക്കെ കുറച്ച് നേരം എടുത്ത്. അവൾ പിന്നെ നല്ല ഉറക്കമായിരുന്നു. പിന്നെ അവളെ കുറച്ച് നേരം എടുത്തിട്ട് വീഡിയോസൊക്കെ ചെയ്ത് കുറച്ച് നേരം ഇങ്ങനെ എടുത്ത് പിടിച്ചു. അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, കുഞ്ഞുവാവല്ലേ. പിന്നെ അമ്മേൻ്റെ അടുത്തൊക്കെ കുറച്ച് നേരം സംസാരിച്ചുകൊണ്ട് അങ്ങനെയായിരുന്നു. അപ്പോഴത്തേക്ക് അവിടെ സിസ്റ്റർമാർ കുറേ ആൾ ഇവിടെ നിൽക്കാൻ പാടില്ല, പോകണം എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അവിടുന്ന് വീട്ടിലേക്ക് തിരിച്ചു വിട്ടു. പിന്നെ ഇനിയിപ്പോൾ കാണാമല്ലോ നമ്മുടെ കുഞ്ഞുവാവല്ലേ. പിന്നെ വരുന്ന വഴിക്ക് പിന്നെ ചിന്നുൻ്റെ ഒരു ഡാൻസ് വീഡിയോസ് അങ്ങനെയൊക്കെ കുറച്ച് ചെയ്തു. പിന്നെ രാജേട്ടൻ്റെ കുറച്ച് ഫോട്ടോസോ അങ്ങനെയൊക്കെ എടുത്ത്. അപ്പോൾ നമ്മൾ സിദ്ധാപുരത്തി കേസ്. അപ്പോൾ ചായ വേണമെന്ന് ചോദിച്ചു. പിന്നെ ചായ എന്തായാലും ഞാൻ വേണ്ടാന്ന് പറയത്തില്ല. രാജേട്ടൻ കട്ടൻ ചായ കുടിച്ചു, ഞാനൊരു ഗ്ലാസ് പാൽ ചായയും കുടിച്ചു. എന്നിട്ട് കുട്ടികൾക്ക് കടിയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ ചിമ്പൂട്ടിൻ്റെ മുടി മുറിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ചിമ്പൂട്ടൻ ഇതാ മുടി മുറിച്ച് സുന്ദരനായി വന്നിട്ടുണ്ട് ഗൈസ്. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു. വീട്ടിലെത്തിയ പാടത് ചിന്നും ചിമ്പുൻ്റെ ഫൈറ്റൊക്കെ തുടങ്ങി. അപ്പോൾ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റ ബൈ ബൈ.